Hi, I am Roger Zeus, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2024 NEET examination base ചെയ്ത് നമ്മുടെ കേരളത്തിൽ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി ഈ കോഴ്സുകളിലേക്ക് ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുവരെയുള്ള കേരളത്തിൻ്റെ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡ് അലോട്ട്മെൻറ്റിലോ രജിസ്റ്റർ പോലും ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സുകളിലേക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം കേരള എൻട്രൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്നു. നമുക്കറിയാം MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ് ആവട്ടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൻ്റെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങുകൾ തേർഡ് റൗണ്ടും കഴിഞ്ഞു, സ്ട്രേ വേക്കൻസിയുടെയും റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ് വേറൊരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെയാണ് അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും കഴിഞ്ഞു. ഈ 3 റൗണ്ടിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഞാൻ അതിനുള്ള രജിസ്ട്രേഷൻ ചെയ്തില്ലായിരുന്നു. എനിക്ക് MBBSോ BDSോ ഒന്നും കിട്ടുമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇപ്പോൾ എനിക്ക് ആയുർവേദത്തിനോ ഹോമിയോക്കോ സിദ്ധ യുനാനി കോഴ്സുകളിലേക്ക് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള സമയമാണ് ഒക്ടോബർ 31. ഇന്ന് രാത്രി 11:59 വരെ 12 മണിക്ക് മുൻപായി 11:59 PM വരെയുള്ള സമയത്തിന് മുമ്പായി രജിസ്ട്രേഷൻ ചെയ്യാനുള്ളൊരവസരം എൻട്രൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം അലൈഡ് കോഴ്സുകളിൽ ഈ 4 കോഴ്സ് മാത്രമല്ല ഉള്ളത്. അവിടെ ആയുർവേദമുണ്ട്, ഹോമിയോ, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, BTech, ബയോടെക്നോളജി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അലൈഡ് കോഴ്സ്, ഇതുപോലുള്ള എല്ലാ കോഴ്സുകളിലേക്കുമാണ് അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ അടുത്ത ലാസ്റ്റ് സ്ട്രേ വേക്കൻസിയിലേക്ക് പോകുന്ന ഈ സമയത്ത് നമുക്കൊരു ആയുർവേദത്തിനോ ഹോമിയോയ്ക്കോ അതുപോലെ സിദ്ധ യുനാനി ഈ കോഴ്സുകളിലേക്ക് ഒരു കോഴ്സിന് അലോട്ട്മെൻറ്റ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെയുള്ള അലൈഡ് കോഴ്സുകളുടെ ഒരു അലോട്ട്മെൻറ്റിലും പങ്കെടുത്തിട്ടില്ല, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അവസരമാണ് എൻട്രൻസ് കമ്മീഷൻ തന്നിരിക്കുന്നത്. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റായ www.ckerala.gov.in എന്ന വെബ്സൈറ്റിൽ എൻ്റർ ആയിക്കൊണ്ട് ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം മുന്നോട്ട് വരുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ട ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ, നമുക്ക് മുന്നോട്ടുള്ള ലാസ്റ്റ് അലോട്ട്മെൻറ്റിൽ സ്ട്രേ വേക്കൻസിയിൽ ഏതെങ്കിലും ഒരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ഒരു സീറ്റ് നേടിയെടുക്കാനുള്ള ഒരു അവസരത്തിലേക്ക്, ചാൻസിലേക്ക് നമ്മളെയും കൺസിഡർ ചെയ്യാനുള്ള ഒരവസരമാണ് നമുക്ക് ഈ ചാൻസിലൂടെ ലഭിക്കുന്നത്. ഇത് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഈ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഇതിനോടൊപ്പം ഈ ഒക്ടോബർ 31 എത്തുമ്പോൾ നമുക്കറിയാം MBBSൻ്റെയും BDSൻ്റെയും ഓൾ ഇന്ത്യയുടെയും കേരളയുടെയും ഇതുപോലെ അലൈഡ് കോഴ്സുകളുടെ കേരളയുടെയും അതുപോലെ ബാക്കി വരുന്ന എല്ലാ കോഴ്സുകളുടെയും ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്ന സമയമാണ്. ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ അലോട്ട്മെൻറ്റുകളും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് 2024 നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങുകളും കംപ്ലീറ്റ് ആയി, സ്ട്രേ വേക്കൻസിയും കംപ്ലീറ്റ് ആയി, മുഴുവൻ കോഴ്സുകളിലേക്കും ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അവസരത്തിലേക്ക് എത്തുകയാണ്. ഇതുവരെ അഡ്മിഷൻ നേടിയ എല്ലാ മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഇതുവരെ അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾ ഓരോ ദിവസവും കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. കാര്യം MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ്റോ പ്രൈവറ്റിൻ്റെയോ ഈ ലാസ്റ്റത്തെ അലോട്ട്മെൻറ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. നവംബർ 5 മുമ്പായിട്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സീറ്റ് ഫില്ല് ചെയ്യാനുമുള്ള നോട്ടിഫിക്കേഷൻ ഏത് സമയവും എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ വരും. ഇതിനോടൊപ്പം അലൈഡ് കോഴ്സുകളുടെയോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഡിക്ലെയർ ചെയ്ത പോലെ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനിയുടെ കോഴ്സുകളിലേക്ക് ന്യൂ രജിസ്ട്രേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് പോലെ ഇതിന് തന്നെ ഒരു ദിവസം മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇതേപോലെ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് വേക്കൻസി വന്നാൽ അത് ഫില്ല് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ഒരു ദിവസത്തേക്കൊക്കെ മാത്രമായിട്ടായിരിക്കും എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഈ ന്യൂസുകൾ കൃത്യമായി മനസ്സിലാക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അത് സബ്മിറ്റ് ചെയ്യാനും ആ സീറ്റ് നേടിയെടുക്കാനും സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് എത്തുന്ന സമയത്ത് ഓരോ ദിവസവും
കൃത്യമായി വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള അലോട്ട്മെൻറ്റിലൂടെ ഏതെങ്കിലും ഒരു സീറ്റ് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇനി ഒരു അഡ്മിഷനും ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ വിഷമിക്കുകയല്ല വേണ്ടത്. ഇത് ഒരു അവസരമാക്കി തീർത്തുകൊണ്ട് 2025 എക്സാമിനേഷനിൽ ഏറ്റവും മികച്ച വിജയം നേടിയെടുക്കാൻ നിങ്ങൾക്കാവട്ടെ. അതിനെല്ലാ സപ്പോർട്ടോടെയും നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഓരോ സപ്പോർട്ടുകൾക്കും ഓരോ വിജയത്തിലേക്ക് നേടാനുള്ള വഴികൾക്കും ക്ലാസ്സുകൾക്കുമായി നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും വിജയിപ്പിക്കാനും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്.